ഈ ഭക്തജനങ്ങളുടെ പൈസ പൊട്ടിക്കാനേ പറ്റുള്ളൂ. ഒന്ന് മാസ്ക് ഒന്ന് മാറ്റിയേ, മുഖം കാണട്ടെ. ഇത് എത്രാം തീയതി കയറിയതേ? ആ വഞ്ചി എന്താ എടുക്കാൻ ഞാൻ? അതിനകത്തൊരു വഞ്ചി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അടൂന്ന് ഇത്രയും ദൂരം പനങ്ങാട്ടൊരു അമ്പലത്തിൽ വന്ന് മോഷണം ചെയ്യുകയാണെന്ന് പറയുമ്പോൾ ഒന്നുകിൽ ഈ പ്രദേശത്തുള്ള ആരെങ്കിലും ഒരു പക്ഷേ കാണുമായിരിക്കാം. മതിൽ ചാടി വന്നതിന് ശേഷം തിടപ്പിലയുടെ പുറകിൽ കൂടെ പോയി ഇത് ആദ്യം തുറന്നു, ഈ രണ്ട് വഞ്ചിയും തുറന്ന് നമ്മുടെ ഊട്ടുപുരയിൽ കൊണ്ടുവച്ചാണ് തല്ലി പൊളിച്ചിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശ്രീധരൻ, ഇതെന്ത് തുളസീധരൻ അല്ല, പുള്ളി അതുവഴി കയറിയിട്ട് അതിലേ വന്നതെന്ന് പറഞ്ഞേ. ഇതുവഴി വന്നിട്ട് വഞ്ചി നമ്മൾ ഒരെണ്ണ 2, 3 ഇടത്തൊന്നും പോയി വഞ്ചി. ഒരെണ്ണ വഞ്ചി ഇതിലുണ്ടായിരുന്നു, അതും തുറന്നു കൊടുത്ത് പൊളിച്ചു, അത് പൂട്ട് പൊളിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇതിനകത്ത് ഉണ്ടായിരുന്നു വഞ്ചി. എവിടെ കയറിയേ? ഇവിടെ ആയിരുന്നു കയറിയേ. ഈ ഭക്തജനങ്ങളുടെ പൈസ പൊട്ടിക്കാനേ പറ്റുള്ളൂ. അത് ഈ ഒന്ന് മാസ്ക് ഒന്ന് മാറ്റിയേ, മുഖം ഒന്ന് കാണട്ടെ. ഇത് എത്രാം തീയതി കയറിയതേ? 24-ാം തീയതി 25-ാം തീയതിയോ? 75,000 കൂടുതലുണ്ടോ? 75,000 കൂടുതൽ അല്ല 70 ഇല്ലില്ല. നിങ്ങളിതിന് മുമ്പ് ഇവിടെ വന്നാൽ ആര് പറഞ്ഞു ഈ തോട്ടിക്കൂടി നിങ്ങൾ ഈ വയലെ മേപ്പോട്ട് മേളിൽ പോയിട്ട് തിരിച്ചിറങ്ങി വന്നില്ല? ആദ്യമായിട്ട് വന്നിട്ട് എങ്ങനെ പറ്റിക്കാൻ പറ്റി? ഇപ്പൊ നമ്മള് അവൻ പറയുന്ന ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറെ ബോധ്യമായി. അവനവിടെ വന്ന് കയറി ഇതിലെ കയറി ഇവിടെ അവിടെ അല്ല, ഒറ്റയ്ക്കുള്ളായിരുന്നോ പുള്ളി? കൊണ്ടുവച്ചു അല്ലേ? അപ്പൊ അവിടെ നമുക്ക് സാധനം കിട്ടിയേ അല്ലേ? ആ വഞ്ചി എന്താ എടുക്കാൻ ഞാൻ? അതിനകത്തൊരു വഞ്ചി ഉണ്ടായിരുന്നല്ലോ. അല്ല സാറേ, ഇതിനകത്ത് ഇവിടെ ഉള്ള ആരെങ്കിലും മുന്നേ ഉണ്ടോ ഇല്ലയോ എന്നൊന്ന് ചോദിച്ചു നോക്ക് സാറേ. ഇതിനകത്ത് വേറെ ആരെങ്കിലും ഉണ്ടോ? ഇതിന്റെ കയ്യിൽ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നാണ് നമുക്കറിയേണ്ടത് സാറേ. അത് മാത്രമേ ഉള്ളൂ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ വരുന്ന പനങ്ങാട് മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് കളവ് നടന്നത്. മെയ് മാസത്തിൽ നടന്ന ക്ഷേത്രത്തിലുണ്ടായിരുന്ന കാണിക്ക വഞ്ചി മോഷണം പോയിരുന്നു. കള്ളനെ പിടികിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടൂന്ന് ഇത്രയും ദൂരം പനങ്ങാട്ടൊരു അമ്പലത്തിൽ വന്ന് മോഷണം ചെയ്യുകയാണെന്ന് പറയുമ്പോൾ ഒന്നുകിൽ ഈ പ്രദേശത്തുള്ള ആരെങ്കിലും ഒരു പക്ഷേ കാണുമായിരിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ പുള്ളിയുടെ ഒരു സ്ഥിരം ഇതെന്ന് പറയുന്ന മോഷണമാണ്. ഈ അമ്പലത്തിൽ പോയി മോഷിക്കുകയാണ്, അത് കഴിഞ്ഞ് പിടിക്കപ്പെടുമ്പോൾ ജയിലിൽ കിടക്കുകയാണ്, പിന്നെ വരികയാണ്, മോഷണമാണ്. അപ്പം പുള്ളി പറഞ്ഞിടത്തോളം കാലം പുള്ളി മതിൽ ചാടി വന്നതിന് ശേഷം തിടപ്പിലയുടെ പുറകിൽ കൂടെ പോയി ഇത് ആദ്യം തുറന്നു, ഈ രണ്ട് വഞ്ചിയും തുറന്ന് നമ്മുടെ ഊട്ടുപുരയിൽ കൊണ്ടുവച്ചാണ് തല്ലി പൊളിച്ചിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ കാണുമ്പോഴും ഊട്ടുപുരയുടെ ഫ്രണ്ടിലാണ് ഈ 3 വഞ്ചിയും കടന്നത്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ തന്നെ അനുവാദിക്കാം. പുള്ളി ഒറ്റയ്ക്ക് തന്നെയാണ് വന്നതെന്നാണ് പറഞ്ഞത്. ഒരുപക്ഷെ ഒറ്റയ്ക്കായിരിക്കും, അല്ലായിരിക്കും ഇതാരും നാട്ടുകാരോ മറ്റുള്ള ആരും കണ്ടിട്ടില്ല. ഇപ്പം പോലീസ് വന്ന് ഇൻക്വസ്റ്റ് ചെയ്ത് അവരെ കൊയർ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് ഞാൻ ഒറ്റയ്ക്കുള്ളായിരുന്നു. മോഷണം നമ്മുടെ ഒരു 10-50,000 രൂപയിലും നമ്മുടെ അമ്പലത്തിൽ നിന്ന് ഈ വഞ്ചിയിൽ നിന്ന് മോഷണം പോയിട്ടുണ്ടായിരിക്കും എന്നാണ് ഒരു അനുമാനം.